മോള് മമ്മിയോട് ചോദിച്ചില്ലേ നവീന്റെ ശാപം ഒഴിവാക്കാൻ ആദ്യം ഒരു പെൺകുട്ടിയെ നവീൻ വിവാഹം കഴിക്കുമെങ്കിൽ കഴിച്ചോട്ടെ, അതിനുശേഷം മോളെ വിവാഹം കഴിച്ചാൽ കുഴപ്പമില്ലല്ലോ എന്ന്. അന്നത് ഒരു തമാശയായിട്ടാ മമ്മി എടുത്തത്. പക്ഷെ പിന്നെ ആലോചിച്ചപ്പോ എനിക്ക് തോന്നി അത് തന്നെയാണ് മാർഗം. എന്റെ മോളുടെ സന്തോഷം നിലനിർത്തണമെങ്കിൽ അതിനിടയിൽ ഒരാൾ വരണം. പക്ഷേ നവീൻ അതിന് സമ്മതിക്കോ? ശാപം ഒഴിവാക്കാൻ വേണ്ടി വേറൊരു പെൺകുട്ടിയുടെ കഴുത്തിലെ താലി കെട്ടുകയെന്നൊക്കെ പറഞ്ഞാ ഐ ഡോണ്ട് തിങ്ക് സോ. മാം ഒരു മാർഗം കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഗാഥ മാഡം സമ്മതിക്കണം. കഴിഞ്ഞ ദിവസം റോഡിൽ വെച്ച് മമ്മി ഒരു പെൺകുട്ടിയെ കണ്ടു. മോളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു പെൺകുട്ടി. എന്നെ പോലെ ഇരിക്കുന്ന വേറൊരു പെൺകുട്ടിയോ? നവ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. സത്യമാണ്, ആ കുട്ടി മോളെ പോലെ തന്നെയാ. ശരിക്കും കണ്ടാ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. സിനിച്ചേച്ചൊന്നും മിണ്ടാതിരുന്നേ. എന്നെ പോലെ വേറൊരു പെൺകുട്ടി ഈ ലോകത്തുണ്ടെങ്കിലേ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? എന്നെ പോലെ ഞാൻ മാത്രം മതി. മോള് പറയുന്ന കേക്ക്. ആളുകൾ തമ്മിൽ പല സാമ്യങ്ങളും ഉണ്ടാവാറില്ലേ? സച്ചിൻ ടെണ്ടുൽക്കറെ പോലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വന്നിരിക്കുന്ന ആളുകളില്ലേ? പ്രധാനമന്ത്രിയെ പോലെയും പ്രസിഡന്റിനെ പോലെയും രൂപം കൊണ്ട് സാദൃശ്യമുള്ള ആൾക്കാരുടെ വാർത്തകൾ നമ്മൾ കേൾക്കാറില്ലേ? അതുപോലെ തന്നെ ഇതും. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് ഒരുപക്ഷെ നവീൻ സമ്മതിക്കില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന പെൺകുട്ടി കാഴ്ചയിൽ നിന്നെ പോലെ തന്നെ ഇരിക്കുന്ന പെൺകുട്ടിയാണെങ്കിൽ നവീൻ അത് ചെയ്യും. കൺമുന്നിൽ നിൽക്കുന്നത് നീയാണെന്നുള്ള ധാരണയില്. എന്തൊക്കെ മമ്മി പറയുന്നേ? ഒരു കാര്യം പരിഹരിക്കാൻ വേണ്ടി ഇത്രയും വലിയ ടെൻഷൻ എടുത്ത് തലയിൽ വെക്കണോ? നോക്ക്, ഒരാവേശത്തിന് നിന്റെ ആഗ്രഹം നടത്തി തന്നാ മാത്രം പോരാ മമ്മിക്ക്. നീ ഒരുപാട് കാലം ജീവിക്കുന്നത്, നിനക്ക് കുഞ്ഞുങ്ങൾ പിറക്കുന്നത്, അവരുടെ വളർച്ച, അതൊക്കെ എനിക്ക് കാണണം. ഇത്രയും കാലം ജീവിതത്തിലെല്ലാം നഷ്ടപ്പെട്ടു വന്ന എനിക്ക് നിന്റെ കുടുംബമാണ് ഇനിയുള്ള പ്രതീക്ഷ. അതുകൊണ്ട് മമ്മി പറയുന്ന കാര്യം മോൾ അനുസരിക്കണം. മാഡത്തിന് പകരം നവീന്റെ മുമ്പിൽ കുറച്ചു നാളത്തേക്ക് ആ പെൺകുട്ടിയെ പ്രസന്റ് ചെയ്യാന്നാ മാം പറയുന്നത്. മമ്മി, നീ നവീനൊപ്പം ജീവിക്കുന്നുള്ള വാക്ക് ഞാൻ പാലിക്കാം. പക്ഷേ നവീന്റെ കുടുംബത്തിനുള്ള ശാപം നിന്റെ തലയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് നീ എനിക്ക് വാക്ക് തരണം. ഒന്നുമില്ല, നീ ഇടയ്ക്കിടയ്ക്ക് കുറച്ചു ദിവസം മാറി നിന്നിട്ട് എനിക്ക് സർപ്രൈസ് തരാറില്ലേ? അതുപോലെ ഒന്ന് അങ്ങനെ കരുതിയാ മതി. ഓക്കെ, ആദ്യം മമ്മി പറഞ്ഞ പെൺകുട്ടിയെ ഞാനൊന്ന് കാണട്ടെ. എന്നിട്ട് ഞാനെന്റെ തീരുമാനം പറയാം. മതി, എന്നിട്ട് മതി. How are you, Gada? Feeling well? I'm okay, sir. മുറിവുകളൊക്കെ കരിഞ്ഞിട്ടുണ്ട്. വേറെ ടെൻഷനൊന്നുമില്ലല്ലോ? നോ. മരുന്ന് മുടങ്ങാതെ കഴിക്കണം. ഉണങ്ങാൻ ബാക്കിയുള്ള മുറിവുകൾ കൂടി ഉണങ്ങണം. പിന്നെ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി കെയർ ആവാം. റോഡിൽ നമ്മുടെ ശ്രദ്ധ തന്നെയാണ് നമ്മുടെ ജീവൻ. ഓക്കെ? ഡോക്ടർ, ഡിസ്ചാർജിന്റെ കാര്യം? ഡിസ്ചാർജിന്റെ കാര്യം തന്നെയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. സിസ്റ്റർ, ഡിസ്ചാർജ് ആണ്. അതിന്റെ കാര്യങ്ങൾ നോക്കിക്കോളാൻ പറയൂ. ഓക്കെ കഥ, ഞാൻ പറഞ്ഞൊക്കെ ചെയ്താൽ മതി. താങ്ക് യു ഡോക്ടർ. അപ്പോ നമുക്ക് പോവാം. ഇനിയുള്ള മണിക്കൂറുകൾ മമ്മിക്കും മൂക്കും പരീക്ഷണത്തിന്റെ മണിക്കൂറുകളാണ്.